ഹലോ! എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ പേൾപ്പിന്നിൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ഓണാശംസകൾ. ഇന്ന് ചതയം അല്ലേ? ഇന്ന് ആഘോഷിക്കുന്ന ആൾക്കാരും ഒരുപാടുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ആഘോഷിക്കുക, എൻജോയ് ചെയ്യുക. അപ്പം നമ്മുടെ തിരുവോണത്തിൻ്റെ ദിവസത്തിൽ നടന്ന കാര്യങ്ങളും അന്ന് വീഡിയോ എടുത്തപ്പോഴും നമ്മൾ ഓരോന്ന് ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് രസക്കാഴ്ചകളാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നിക്ക് ഇടല്ലേ ആയിട്ട് കേട്ടോ ചിരിക്കി ഇടങ്ങട് വേഗം നിക്ക് 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 ചെയ്ത് ചെയ്ത് വേഗം വേഗം ചെയ്യണോ ചിരിക്കണില്ലേ ചിരിയില്ല ചിരിച്ചില്ലേ മുന്നിക്കിട്ട് കുത്തും ചിരിക്കണോ മൈലാഞ്ചി കാണിക്ക് താഴെ ഇരുന്നാൽ ഇതാണ് കേട്ടോ പാട്. എനിക്കൊന്ന് എഴുന്നേക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്രയും തടി വെച്ചത് പിന്നെയാണ് കേട്ടോ. നേരത്തെ ഇത്രയും തടിയൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഇങ്ങനെ പുറത്തോട്ടൊന്നും അധികം പോക്കില്ലാണ്ടായി വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വന്നപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഭയങ്കരമായിട്ട് തടി വെച്ചത്. അപ്പോൾ താഴെ ഇരുന്നാൽ മാത്രം എഴുന്നേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മുട്ടൂത്തി എവിടെയെങ്കിലുമൊക്കെ കൈ പിടിച്ചൊക്കെയാണ് ഞാൻ എഴുന്നേക്കണത്. അപ്പോൾ പൊന്നു എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പൂവെറുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കളം വരച്ചത്. ജൂഡ്സനകത്തിരുന്ന് ടി വി കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരിത്തിരി മടിയുള്ള ആളാണ്. ശീലമില്ലാത്തത് കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ തിരുവോണത്തിന് ഇടാനായിട്ട് നമ്മൾ പൂക്കളൊക്കെ വാങ്ങിയത് പള്ളുരുത്തിയിൽ നിന്നാണ് കേട്ടോ. പള്ളുരുത്തിയിൽ സ്പെഷ്യലായിട്ട് സാധാരണയുള്ള പൂക്കടകൾ കൂടാതെ സ്പെഷ്യലായിട്ട് ഒത്തിരി പൂക്കടകൾ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തെടുക്കണത് വാങ്ങിക്കാനൊന്നും ജൂഡ്സന് അറിയില്ലാത്തത് കാരണം ജൂഡ്സൺ മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് അടുക്കളയിൽ പണി ഉണ്ടായിരുന്ന കാരണം ജൂഡ്സനെ മാത്രമായിട്ടാണ് കേട്ടോ രാവിലെ വിട്ടത്. അപ്പോൾ അങ്ങനെ ജൂഡ്സൺ വാങ്ങിച്ചുകൊണ്ടുവന്നൊരു 4-5 കളർ ഉണ്ടായിരുന്നു കേട്ടോ. 50 രൂപ വെച്ചിട്ടായിരുന്നു കേട്ടോ ഒരു കവറിന്. ആകെ ജമന്തി മാത്രമേ കുറച്ചധികം പൂക്കളുണ്ടായിരുന്നുള്ളൂ. സീനിയയും അതുപോലെ വാടാമല്ലിയൊക്കെ കുറേശ്ശെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, ഒരു 10-20 രൂപയ്ക്ക് പോലും ഉണ്ടായിരുന്നില്ലെന്ന് പറയാം. അത്രയും കുറച്ചാണ് കേട്ടോ കിട്ടിയത്. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, എന്തായാലും വാങ്ങിക്കൊണ്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ജൂഡ്സൺ വാങ്ങിക്കൊണ്ട് വന്നതാണേ. അങ്ങനെ ഞങ്ങളിതേ പൂക്കളം ഇട്ട് തുടങ്ങി. ഞാനും അവളും കൂടിയാണ് കേട്ടോ പൂക്കളം ഇട്ടത്. എപ്പോഴും അതെ ഇങ്ങനെ വരച്ച് ഷേപ്പിലൊക്കെ വയ്ക്കുമെങ്കിലും ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവുകയൊക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര ക്ഷമയായതുകൊണ്ടാണ്, വേറെ ഒന്നും അല്ല കേട്ടോ. ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് ഓണത്തിന് മുന്നേ പൂക്കളം ഇടുന്നത് മിക്കവാറും വരാന്തയിലാണ്. അപ്പോൾ അതിന് മുന്നേ വരാന്തയൊക്കെ പെയിൻറ്റ് ചെയ്ത് നീറ്റാക്കണമെന്നൊക്കെ കരുതിയിരുന്നതാണ് കേട്ടോ. പക്ഷേ ഇങ്ങനെ മഴ തോരാതെ നിന്നിരുന്നത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മഴച്ചാറ്റിലടിച്ചിട്ട് ചില സമയത്ത് വരാന്തയിൽ കൂടെ വെള്ളം ഒഴുകും. അപ്പോൾ അത് കാരണം നനഞ്ഞ് കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുപോലെ യോണ്ടാനാണെങ്കിലും മഴ പെയ്യുമ്പോൾ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ മഴയുടെ ആ ഒരു പ്രശ്നം കാരണം എനിക്ക് ഈ സമയത്ത് എനിക്ക് പെയിൻറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ വരാന്തയിൽ തന്നെ ഇട്ടു. അപ്പം ഉത്രാടത്തിൻ്റെ അന്ന് ഞങ്ങൾ മുറ്റത്ത് സ്ലാബ് വെച്ചിട്ടാണ് ഇട്ടിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ തിരുവോണത്തിന് കുറച്ചും കൂടെ വലിയ കളം ഇടാമെന്ന് കരുതിയിട്ടാണ് വരാന്തയിൽ ഇട്ടത്. അപ്പോൾ പൊന്നൂനാണെങ്കിലും വരാന്തയിൽ ഇടാനായിരുന്നു കേട്ടോ താല്പര്യം. പൂക്കളത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോയത്. അപ്പോൾ സാമ്പാറിനും അവിയലിനും എരിശ്ശേരിക്കൊക്കെ ഉള്ളത് ഞാൻ രാത്രി തന്നെ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അരച്ചൊക്കെ ഇട്ടാൽ മാത്രം മതിയായിരുന്നു. താളിക്കലും അരക്കലും മാത്രമേ അരപ്പ് ചേർക്കലും മാത്രമേ ഞാൻ പിറ്റേ ദിവസത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ തയ്ക്കാനും കൂടി ഉണ്ടായിരുന്നത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ താളിച്ചൊക്കെ വെച്ചേനെ. അങ്ങനെ പൂക്കളം ഇട്ട് കഴിഞ്ഞിട്ട് സദ്യയൊക്കെ ആക്കി വന്നപ്പോഴേക്കും 3 മണിയായിട്ടാണ്. 3 മണി കഴിഞ്ഞു ഞങ്ങൾ സദ്യ കഴിച്ചപ്പോഴേക്കും. പിന്നെ ആർക്കും അങ്ങനെ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കും വന്നും പോയി ഓരോന്നൊക്കെ കുറിച്ചൊക്കെ ഇരിക്കണമായിരുന്നു. അമ്മ പോയേ പിന്നെയുള്ള ആദ്യത്തെ ഓണം കേട്ടോ. കഴിഞ്ഞ ഓണത്തിന് അമ്മ ഉണ്ടായിരുന്നു. സദ്യയൊക്കെ അമ്മനെ കൊണ്ട് നിർബന്ധിച്ചാണ് കഴിപ്പിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും എല്ലാ ഒരു ഓണത്തിന് അങ്ങോട്ട് പോയി. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ ആദ്യമേ തുടങ്ങിയത് ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ.
പൊന്നു ആണെങ്കിൽ സ്കൂളിൽ സെലിബ്രേഷന് പോവാതിരുന്നത് കാരണം അന്നത്തെ ദിവസം ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെയാണ് വെച്ചിരുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടേ. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 18 വർഷമായിട്ടാണ്. ഈ 18 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് ജൂഡ്സൺ ഈ കസവ് മുണ്ട് ഉടുക്കുന്നത് കേട്ടോ. ഇപ്പോഴും പറയും ഭയങ്കര മടിയാണേ. ഇപ്രാവശ്യം പൊന്നൂൻ്റെ നിർബന്ധത്തിൽ അങ്ങ് ഉടുപ്പിച്ച്. ഈ ഫോട്ടോയ്ക്ക് വേണ്ടി ചാടി വന്നേക്കണ വാഴക്കുല നമ്മുടെ വീട്ടിലത്തെ അല്ല കേട്ടാ, തൊട്ടപ്പുറത്തെ വീട്ടിലത്തെ വാഴ ചാരാൻ വേണ്ടി വന്നതാ ടെറസിലോട്ട്. പപ്പ ഒന്ന് സ്റ്റൈലിൽ നിൽക്കുന്ന പറയേണ്ട താമസമുള്ളൂ, ജൂഡ്സൺ പോസ് ചെയ്തിട്ടാ. അങ്ങനെ ദേ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോയും കഴിഞ്ഞ്, ഞങ്ങളുടെ കപ്പിൾ ഫോട്ടോയും കഴിഞ്ഞ്, എല്ലാ കോലാഹലങ്ങളും നടന്നിട്ടും ഒന്നും അറിയാതെ പോത്തുപോലെ കിടന്നിരുന്ന ഒരാളാണേ. ഒരുപാട് തവണ ഞാൻ കുത്തിപ്പൊക്കാൻ നോക്കിയതാണ് കേട്ടാ, ആശാൻ അറിഞ്ഞേയില്ല, വെറുതെ അങ്ങ് കിടന്നുറങ്ങാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടാ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞാൻ ഉടുത്തിരിക്കുന്ന ഈ സെറ്റ് മുണ്ടുണ്ടല്ലോ, അതിന് പുറകിലൊരു കഥയുണ്ട്. അത് താല്പര്യമുണ്ടെങ്കിൽ പറയാം, അറിയിച്ചാൽ മതി. ബായ്.